നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകളുമായി ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്കാണ്. മനാഫിനെതിരെ അർജുന്റെ കുടുംബം. ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം. അർജുന്റെ പേരിൽ മനാഫ് ഫണ്ട് ശേഖരണം നടത്തുന്നു. അങ്ങനെ ഒരു പണവും കുടുംബത്തിന് ആവശ്യമില്ലെന്ന് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയും സഹോദരി ഭർത്താവ് ജിതനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിനെ സംബന്ധിച്ച് അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീട് അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തത് കുടുംബത്തിന് മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തത്, അത് തന്നെ പറയാനുള്ളത്. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. ഇപ്പം അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട്, എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മനാഫ് വൈകാരികത മുതലെടുത്തില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. അർജുൻ 75,000 രൂപ ശമ്പളമുണ്ടായിരുന്നു എന്നത് അടിസ്ഥാനരഹിതമാണ്. വ്യാജ പ്രചാരണങ്ങൾ കാരണം കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണെന്ന് കുടുംബം ആരോപിച്ചു. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അടിയിൽ അതൊരു ശരിയായ കാര്യമല്ല, അതൊരു തെറ്റായ കാര്യമാണ്. അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 75,000 രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണപ്രിയ അറിയാം, അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും ആ കാര്യം അറിയാം. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിനെ സംബന്ധിച്ച് അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീട് അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തത് കുടുംബത്തിന് മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തത്, അത് തന്നെ പറയാനുള്ളത്. സ്വന്തം യൂട്യൂബ് ചാനലിൽ കാഴ്ചക്കാരെ കൂട്ടാൻ മനാഫും ഈശ്വർ മാൽപ്പയും ചേർന്ന് നാടകം കളിച്ചെന്നും കുടുംബം ആരോപിച്ചു. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച മനാഫ് അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പ്രതികരിച്ചു. അർജുനെ കണ്ടെത്തുന്നതുവരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇനി അത് സജീവമാക്കും. പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും മനാഫ് പറഞ്ഞു. ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം, അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയതിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടണോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടില്ലാലും ഒന്നും ചെയ്യണം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാൻ വേറെ ലെവലാ. എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ എൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെ? അതിനിടെ അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെച്ച് ഉത്തരകന്നഡ SP M നാരായണ രംഗത്തെത്തി. സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടത്തിയതിന് മനാഫിനും ഈശ്വർ മാൽപ്പയ്ക്കുമെതിരെ കർണാടക പോലീസ് കേസെടുത്തു. തുടക്കം മുതൽ തിരച്ചിൽ വഴിതിരിച്ചുവിടാനാണ് മനാഫ് ശ്രമിച്ചതെന്ന് SP 24-നോട് പറഞ്ഞു. Day of Munaf is misinformation, guys. They got the lorry. They never come directly to the SP. They never inform. And so this Ranjit and Munaf and other fellows came directly, and they want to do the operation in that mud side only. They never allow us to do that. That first day, if you done the same time, Arjun body may be lifted on the same day. So they want to delay the process and blame the government always. They want to get the credit for
searching the lorry, lifting the lorry, and they have to blame the government, both governments. ഞങ്ങളുടെ പ്രതിനിധികൾ ഷഹദ് റഹ്മാനും അഭിജിത്ത് മുഴക്കുന്നും വിശദാംശങ്ങളുമായി. ആദ്യം ഷഹദ് റഹ്മാനിലേക്കാണ്. ഷഹദ്, ഇന്നിപ്പോൾ നമ്മളൊക്കെ കരുതിയത് നന്ദി പറയാനാണ് അർജുൻ്റെ കുടുംബം മാധ്യമങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനെല്ലാം ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് മനാഫിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. ഈശ്വർ മാൽപ്പയ്ക്കും വിമർശനമുണ്ടായിരുന്നു. ഈ കുടുംബം ഉന്നയിക്കാൻ ശ്രമിച്ചത് എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു നന്ദി പറച്ചിലിനാണ് ഇവർ മാധ്യമപ്രവർത്തകരെ കാണുന്നത് എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞത്. കാരണം പ്രധാനമായിട്ടും ഈ കുടുംബം പറയാൻ ശ്രമിച്ചത് ഈ സംഭവം, അതായത് ഈ അർജുനായിട്ടുള്ള തിരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പലതും കണ്ണടച്ചു വിട്ടു. കാരണം അവരുടെ ലക്ഷ്യം അർജുനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു ഏകോപനം അല്ലെങ്കിൽ എല്ലാവരുടെയും സഹായം അത് എല്ലാ ഘട്ടങ്ങളിലും ലഭിച്ചിട്ടുമുണ്ട്. അതായത് മനാഫും പല ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ആത്മാർത്ഥമായി തന്നെയാണ് ആ കുടുംബത്തെ സഹായിച്ചത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ അർജുനായിട്ടുള്ള തിരച്ചിൽ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴാണ് ഈ മനാഫും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും പിന്നീട് അവരുടെ കോൺസെൻട്രേഷൻ മൊത്തം അത്തരം ഈ യൂട്യൂബ് ചാനലിലെ വ്യൂവേഴ്സിലേക്കും അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലെ എണ്ണം കൂട്ടാനുള്ള പരിപാടികളിലേക്കും മാറിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഈ കുടുംബം പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിൽ ഈ സർക്കാർ സംവിധാനങ്ങൾ മെല്ലപ്പോക്കാകാനുള്ള ഒരു കാരണം ഈ മനാഫാണ് എന്നുള്ള, അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഈ ഡ്രഡ്ജർ ഉൾപ്പെടെ കൊണ്ടുവരുന്നതും അത്തരം കാര്യങ്ങളൊക്കെ അവർ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫണ്ട് പിരിവ് നടത്തുന്ന അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് മനാഫിന് അർജുന്റെ പേരിൽ പണം വരുന്നുണ്ട്. അപ്പോൾ തങ്ങൾക്ക്, അതായത് കുടുംബത്തിന് അത്തരത്തിൽ പണത്തിന്റെ ആവശ്യം നിലവിലെ സാഹചര്യത്തിലില്ല. സർക്കാർ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഇതിന് മനാഫിന്റെ മറുപടി എന്താണ്? അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഫണ്ട് പിരിവ് കൂടാതെ PR വർക്ക് നടത്തുന്നു, ഡ്രഡ്ജറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കുടുംബം. അതിന് മനാഫിന്റെ മറുപടി? അനുജ, ഈ ആരോപണങ്ങളൊക്കെ തന്നെ മനാഫ് നിഷേധിക്കുമ്പോഴും ചില ചോദ്യങ്ങളിൽ മനാഫ് പ്രതിരോധത്തിലാകുന്നു എന്ന് പറയാതെ വയ്യ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്തിനാണ് മനാഫ് ഇത്തരത്തിലുള്ളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വൈകാരികതയെ മുതലെടുക്കുന്നത് എന്നുള്ള ചോദ്യം കുടുംബം ഉന്നയിച്ചിരുന്നു. അതിന് മനാഫ് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: താൻ ഈ ഒരു ദൗത്യം, ഷിരൂർ ദൗത്യം തുടങ്ങിയ വേളയിൽ അതിൽ തൻ്റെ ചില കാര്യങ്ങൾ ഈ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് അർജുനെ കണ്ടെത്തുന്നത് വരെ തുടരണം എന്നുള്ളതായിരുന്നു തൻ്റെ ഒരു ലക്ഷ്യം, തൻ്റെ ഒരു ഉദ്ദേശ്യം. പക്ഷേ നിലവിൽ താൻ ആ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മനാഫിൻ്റെ പ്രഖ്യാപനം. അതായത് കുടുംബം ഈ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ താൻ എന്തിനാണ് അങ്ങനെ യൂട്യൂബ് ചാനൽ ഇനി നിർത്തുന്നത്, താൻ ആ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകും, തന്നെ തടയാൻ ആർക്കും സാധിക്കില്ല ഈ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് എന്നുള്ളൊരു മറുപടിയാണ് മനാഫ് നൽകുന്നത്. ഒപ്പം തന്നെ ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് മനാഫ് പറയുന്നത് താൻ ആ രീതിയിലുള്ള ഒരു ഫണ്ട് പിരിച്ചിട്ടില്ല, അങ്ങനെ തെളിയിച്ചാൽ തന്നെ പൊതുജന മധ്യത്തിൽ തന്നെ കല്ലെറിഞ്ഞു കൊന്നോട്ടെ, കൂടാതെ ഈ വൈകാരികതയെ താൻ മുതലെടുത്തിട്ടില്ല, കുടുംബത്തിന്റെ പേരിൽ കുടുംബത്തിനെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, അതിനാലാണ് ഈ രീതിയിലുള്ള കളവ് കുടുംബം പറയുന്നത് എന്ന് തന്നെ മനാഫ് പറയുകയാണ്. കൂടാതെ ഈ ആക്ഷൻ കമ്മിറ്റിയുമായുള്ള കാര്യങ്ങളും മനാഫ് അത്തരത്തിൽ ഉയർന്ന ആരോപണങ്ങളെയും മനാഫ് പ്രതിരോധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ അത് സുഗമമായി നടന്നു പോകുന്നതിനാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ശരി, ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നാണ് മനാഫ് പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. സർക്കാർ പ്രതിരോധത്തിൽ. അഭിമുഖ വിവാദം PR ഏജൻസിയുടെ തലയിൽ വയ്ക്കാനുള്ള സർക്കാർ നീക്കം പാളി. ദ ഹിന്ദുവിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് CPIM മുൻ MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം എന്ന് വ്യക്തമായി. കൂടിക്കാഴ്ചയിൽ സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നുവെന്ന് PR ഏജൻസി ജീവനക്കാരി 24നോട് പറഞ്ഞു. വിവാദത്തെക്കുറിച്ച് മകനോടോ മുഖ്യമന്ത്രിയോടോ ചോദിക്കണമെന്നായിരുന്നു TK ദേവകുമാറിന്റെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. പാൻ ഇന്ത്യൻ PR ഏജൻസി വഴി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്തിന് അഭിമുഖം നൽകിയെന്ന ചോദ്യം രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. മലപ്പുറം വിവാദം ഒതുക്കാൻ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ച കത്ത് തിരിഞ്ഞുകൊത്തി. കെയ്സൻ ഗ്ലോബൽ എന്ന PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തിയതെന്നും ഏജൻസിയുടെ 2 പ്രതിനിധികൾ അഭിമുഖ സമയം ഒപ്പമുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വിവരമെന്ന നിലയ്ക്ക് ഇവരാണ് വിവാദ പരാമർശം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതെന്നും ഹിന്ദു പത്രാധിപർ വിശദീകരിച്ചു. ഏജൻസിയെ പ്രതിനിധീകരിച്ചെത്തിയ ഒരാൾ CEO വിനീത് ഹാണ്ടയാണ്. രണ്ടാമൻ കമ്പനി തന്നെ വിശദീകരിക്കുന്നു
അവരുടെ പൊളിറ്റിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സുബ്രഹ്മണ്യമാണെന്ന്. ആരാണ് ഈ സുബ്രഹ്മണ്യം? വിവാദ അഭിമുഖം നടന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം മുറിക്കുള്ളിലുണ്ടായിരുന്ന സുബ്രഹ്മണ്യം CPM-ന്റെ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം അഥവാ സുബ്ബുദേവാണ്. 2023 വരെ സുബ്രഹ്മണ്യം മറ്റൊരു PR ഏജൻസിയിലെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിരുന്നു. നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ സീനിയർ മാനേജറാണ്. അഭിമുഖ സമയത്തെ സാന്നിധ്യം നിഷേധിക്കാതിരുന്ന സുബ്രഹ്മണ്യം കെയ്സൺ ഗ്ലോബലുമായി തനിക്ക് ബന്ധമില്ലെന്ന് വിശദീകരിച്ചു. തന്നെ വിവാദങ്ങളിൽ വലിച്ചിഴക്കരുതെന്ന് മുൻ MLA TK ദേവകുമാറും പ്രതികരിച്ചു. വിവാദ അഭിമുഖത്തിലെ PR ഏജൻസി ഇടപെടലിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഷെഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്ക് BJP RSS ബന്ധമെന്ന ആരോപണത്തെ സാധൂകരിക്കാൻ പ്രതിപക്ഷത്തിനും PV അൻവറിനും വീണുകിട്ടിയ പുതിയ ആയുധമാണ് PR ഏജൻസി വിവാദം. മുഖ്യമന്ത്രി എന്തിന് BJPയെ സഹായിക്കുന്ന PR ഏജൻസിയെ സമീപിച്ചുവെന്ന ചോദ്യം സർക്കാരിനെ പൊള്ളിക്കുന്നതാണ്. ഇടത് നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഹിന്ദുപത്രം തന്നെ അതിനായി തെരഞ്ഞെടുത്തത് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്നു. മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖം തയ്യാറാക്കിയ കെയ്സൺ എന്ന PR ഏജൻസിയുടെ പൊളിറ്റിക്കൽ വിംഗ് BJPക്കായി പ്രവർത്തിക്കുന്നവരെന്നാണ് പ്രതിപക്ഷ ആരോപണം. ആ ചരിത്രം അറിയാതെയാണ് മുഖ്യമന്ത്രി സഹകരിച്ചതെന്ന ന്യായം നിരത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിയില്ല. അത് മുന്നിൽ കണ്ടാണ് PR ഏജൻസിക്കെതിരെ കേസെടുക്കുമോ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി. ഈ ഏജൻസിക്കുള്ള മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളാണ്. അവരാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ വാചകം പറയിപ്പിച്ചിരിക്കുന്നത്. സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ നെറേറ്റീവാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ കേസെടുക്കാൻ ധൈര്യമുണ്ടോ? മഹാരാഷ്ട്രയിൽ BJPക്ക് വേണ്ടി കേസൻ പ്രവർത്തിച്ചെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ പിന്തുണയ്ക്കാൻ വിരലിലെണ്ണാവുന്ന മന്ത്രിമാരും നേതാക്കളും മാത്രമേ രംഗത്ത് വരാറുള്ളൂ. PR വിവാദത്തിൽ ഇന്ന് ആദ്യം രംഗത്ത് വന്നതും പതിവ് മുഖങ്ങൾ തന്നെ. അതിന്റെ പേരിൽ വരാൻ സാധ്യതയുള്ള വ്യാഖ്യാനത്തെ തള്ളുന്നെന്ന് പറഞ്ഞ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അനിഷ്ടം പരസ്യമാക്കി. പല വ്യാഖ്യാനം നൽകും. എന്ത് വ്യാഖ്യാനം നൽകിയിട്ടും കാര്യമില്ല. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ CPIM-നെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറയും, പറഞ്ഞു തന്നെ പോകും. കൂടുതൽ മന്ത്രിമാരും നേതാക്കളും പ്രതികരിക്കുമെന്ന് റിയാസ് കടത്തിപ്പറഞ്ഞതോടെ മന്ത്രിമാരുടെ നിര തന്നെ പിന്തുണ പ്രഖ്യാപിക്കാനുള്ള മത്സരമായി. കോഴിക്കോട്ടെ ഇന്നലത്തെ സമ്മേളനത്തിൽ വിഷയം പരാമർശിച്ച മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ പൊതുപരിപാടിയിൽ മൗനം. കേസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിപ്പറയുമോ അതോ ഇന്നലത്തെ വിശദീകരണത്തിൽ വിഷയം അവസാനിപ്പിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. വിവാദ വിഷയങ്ങളിൽ സർക്കാരിന് നിയമസഭയിലും ഒളിച്ചോട്ടമെന്ന് പ്രതിപക്ഷം. മന്ത്രിമാർ നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളുടെ ലിസ്റ്റ് മാറ്റിയെന്ന ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. നേരിട്ട് മറുപടി പറയേണ്ടാത്ത പട്ടികയിലേക്കാണ് ചോദ്യങ്ങൾ മാറ്റിയത്. ലിസ്റ്റ് മാറ്റിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4-ാം തീയതി ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലേക്കുള്ള ചോദ്യങ്ങളെ ചൊല്ലിയാണ് പുതിയ വിവാദം. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിമാരോ മറുപടി പറയണം. ഇതൊഴിവാക്കാനായി വിവാദ വിഷയങ്ങളിലെ ചോദ്യങ്ങളിൽ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാതി. ADGP RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കലിലെ വിവിധ ചോദ്യങ്ങൾ, പോലീസിലെ ക്രിമിനൽ വൽക്കരണം, കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം തുടങ്ങിയ ചോദ്യങ്ങളിലാണ് നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയത്. നേരിട്ട് മറുപടി പറയേണ്ടാത്ത പട്ടികയിലേക്കാണ് ചോദ്യങ്ങൾ മാറ്റിയത്. 49 നോട്ടീസുകളുടെ ലിസ്റ്റ് മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സംസ്ഥാന ശ്രദ്ധ ആകർഷിച്ച വിവിധ വിഷയങ്ങളായിട്ടും സഭയിൽ ഉന്നയിക്കാനുള്ള പൊതുപ്രാധാന്യമില്ല, തദ്ദേശ പ്രാധാന്യം മാത്രമുള്ള ചോദ്യം സഭാതലത്തിൽ വിശദീകരിക്കേണ്ട നയപരമായ പ്രാധാന്യമില്ല തുടങ്ങിയ ന്യായീകരണമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റേത്. വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. ചോദ്യങ്ങൾക്ക് നക്ഷത്ര ചിഹ്നം അനുവദിക്കണമെന്നും സ്പീക്കർക്ക് നൽകിയ കത്തിൽ പറയുന്നു. 24 തിരുവനന്തപുരം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടിയെടുക്കുമോ എന്ന് നാളെ അറിയാം. DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് നാളെയാണ് മുഖ്യമന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ADGPയെ മാറ്റാത്തത് മുഖ്യമന്ത്രിയാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ തുറന്നടിച്ചു. നിർണായക CPI നേതൃയോഗവും നാളെയാണ്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ DGPയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപിത നിലപാട്. നാളെയാണ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകേണ്ട അവസാന ദിവസം. മറ്റന്നാൾ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ റിപ്പോർട്ടിന്മേൽ എന്ത് തുടർ നടപടി വേണമെന്ന് നാളെ തന്നെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തേക്കും. DGPയുടെ റിപ്പോർട്ടിൽ ADGP പ്രതിസ്ഥാനത്തായിരിക്കുമോ, ADGPയെ മുഖ്യമന്ത്രി കൈവിടുമോ എന്നതൊക്കെയാണ് ആകാംക്ഷ. അതേസമയം അന്വേഷണം നാടകമായിരുന്നുവെന്നും
മൊഴിയെടുക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെ മടക്കി അയച്ചെന്നും PV അൻവർ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിക്കാണ് വിജിലൻസ് DYSP അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു മൊഴി തരാൻ പറ്റില്ല, നാളത്തെ റിപ്പോർട്ട് കഴിയിട്ട് നിങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചു. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന CPIയുടെ നേതൃയോഗം നാളെ ചേരും. വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് LDFിലെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുകയാണ്. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ അയാൾ എത്ര ഉന്നതനാണെങ്കിലും അവരെ സസ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായം ഞങ്ങൾ മാത്രമല്ല RJDയുടെ പ്രതിനിധികൾ പറഞ്ഞു, CPIയുടെ പ്രതിനിധികൾ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനോട് അന്ന് മുഖ്യമന്ത്രി യോജിച്ചില്ല. മുഖ്യമന്ത്രി അതിനോട് യോജിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. വിവാദങ്ങൾക്ക് വഴങ്ങി ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയാലും മറ്റൊരു പ്രധാന പദവി നൽകിയേക്കും. ജയിൽ മേധാവി, എക്സൈസ് കമ്മീഷണർ തുടങ്ങിയ പദവികളാണ് പരിഗണിക്കുന്നത്. അജിത് കുമാറിന് പകരക്കാരനായി ക്രമസമാധാന പാലനത്തിലേക്ക് ആദ്യ പരിഗണന ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിനും രണ്ടാം പരിഗണന ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കുമാണ്. സീനിയറായ ഒരാളെ വേണമെന്ന് കരുതിയാൽ മനോജ് എബ്രഹാമിനെയും പരിഗണിക്കും. അതേസമയം പൂരം കലക്കൽ വിവാദത്തിൽ ADGP നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. അജീഷ്, 24, തിരുവനന്തപുരം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച PV അൻവർ MLA. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് PV അൻവറുടെ തീരുമാനം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും, പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. അപ്പം ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രീയ പാർട്ടി ആവണം. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വോട്ടർ അംഗീകരിക്കുള്ളൂ, ചെറുതോ വലുതാവട്ടെ. അപ്പോൾ സ്വാഭാവികമായും ഈ മൂവ്മെൻ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും, യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാവട്ടെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും, യാതൊരു തർക്കമില്ല. അതിനിടെ പോലീസിനെതിരെയുള്ള ആരോപണങ്ങളിൽ മാത്രം PV അൻവറിനെ പിന്തുണച്ച് KT ജലീൽ രംഗത്തെത്തി. പിണറായി വിജയനെ സംഖ്യയാക്കാൻ ശ്രമം നടക്കുന്നു. PV അൻവറിന്റെ പാർട്ടിയിലേക്ക് ഇല്ലെന്ന് KT ജലീൽ പറഞ്ഞു. PV അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു, അതിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നും പലരും ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും PV അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. CPIM-ന്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.